ഓ മായാതെ നിൽപ്പൂ നീ മറയാതെ നിൽപ്പൂ കിനാവിൻ്റെ ചില്ലയിൽ നൊമ്പരം ചാലിച്ചൊരോർമ്മയെ മധുരമാക്കി എങ്കിലുമോ മായാതെ നിൽപ്പൂ നീ മറയാതെ നിൽപ്പൂ. ഞങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് അനിൽ ഗോപാൽ. നിരവധി ആൽബങ്ങളും അതുപോലെ തന്നെ ഡിവോഷണൽ സോങ്ങും സിനിമയും ഒക്കെ ചെയ്തിട്ടുള്ള ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. നിരവധി വർക്കുകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പലതും നിങ്ങൾ കേട്ട് കാണും. ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടദൈവം എന്ന് പറയുന്നത് അയ്യപ്പനാണ്. അനിൽ ഗോപാൽ ഒരു അയ്യപ്പ ഭക്തനാണ്. അതിനോടൊപ്പം തന്നെയാണ് ഫെപ്കോയുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ട്രഷററാണ്. നിരവധി നല്ല കാര്യങ്ങൾ മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയനിൽ ഇദ്ദേഹം നടത്തിക്കൊണ്ടുവരികയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ വിപുലമായിട്ടാണ് ഇദ്ദേഹം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സംഗീത രംഗത്തും വളരെയധികം നല്ല സംഗീത സംവിധാനമാണ് ഇദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. അത് പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അതുപോലെ ഡിവോഷൻ സോങ് ആയിരുന്നാലും ശരി, എന്താ പറയാനായിട്ട് ആൽബങ്ങളായിരുന്നാലും ശരി, സിനിമാ സംഗീതമായിരുന്നാലും ശരി, ഇതെല്ലാം വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ അനിൽ ഗോപാൽ നിർവഹിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിലേക്ക് പോവാം. അല്ല, എങ്ങനെയാണ് ഈ ഡിവോഷൻ സോങ്ങിലേക്ക് എത്തിയത്? അത് പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ, അതാണ് ഏറ്റവും കൂടുതൽ ജനത്തിന് അറിയുന്നത്. അതായത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് സമരപരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് അനിലിൻ്റെ തന്നെ ഒരുപാട് ഡിവോഷൻ സോങ്ങുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് യൂട്യൂബിലൊക്കെ വളരെയധികം ശക്തമായിട്ട് ഇന്നും അത് ട്രെൻഡാണ്. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഞാനൊരു അയ്യപ്പ ഭക്തനാണ് ബേസിക്കലി. പിന്നെ ഒരുപാട് ധാരാളം ഞാനൊരു 1990 അവസാനം ആണ് ഞാൻ റെക്കോർഡിംഗ് രംഗത്തേക്ക് വരുന്നത്. അന്ന് കൂടുതലും ചെയ്തു വന്നിരുന്നത് ആൽബങ്ങളും ഡിവോഷണൽ ആൽബങ്ങളും ഒക്കെയാണ്. അയ്യപ്പന് വേണ്ടി ഏതാണ്ട് 10-12 വോളിയത്തോളം തുടർച്ചയായി ഭക്തിഗാനങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. 2016 തരംഗിണിക്ക് വേണ്ടി ദാസറിന് വേണ്ടി പാട്ട് ചെയ്തു. പിന്നെ എന്താ പറയുക, എനിക്ക് തോന്നുന്നൊരു 2000-2500 പാട്ടുകൾക്കിടയിലോളം റെക്കോർഡ് ചെയ്യാൻ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആൽബങ്ങളിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തിയത്. 2010 ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത്. എനിക്കറിയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് കുട്ടികളുടെ പാട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ വളരെ കാലത്തിന് മുമ്പേ നമ്മൾ ശ്രീകുമാർ സാറിന് വേണ്ടിയിട്ട് അതൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് ആ കുട്ടികളുടെ. എനിക്ക് കുട്ടികളുടെ പാട്ടൊന്നും മാത്രമല്ല, എനിക്ക് ശ്രീകുമാർ എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമാ ജീവിതത്തിൽ അല്ലേ, എൻ്റെ ഒരു മ്യൂസിക് കരിയറിൽ ഞാൻ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം അതായത് തിരുവനന്തപുരത്തുള്ള എൻ്റെ കലാജീവിതവും എൻ്റെ ജീവിതത്തിലുമൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിൽ ശ്രീകുമാർ എനിക്ക് ഒരുപാട് സന്തോഷം ഇപ്പോൾ തോന്നുന്നു. കാരണം ഒരുപാട് വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ വീണ്ടും ഈ ഒരു ഓണക്കാലത്ത് കാണുന്നത്. നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് എന്താ പറയുക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സിനിമയായാലും സിനിമയ്ക്ക് പുറത്തായാലും ഒക്കെ ഇപ്പോഴും എന്താ പറയുക ഓരോ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിൽ ഓർക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലെനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രീകുമാറും അല്ലേ. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ട്, പ്രത്യേകിച്ച് എൻ്റെ കല്യാണത്തിന് അന്ന് ഈ കലയെന്നല്ലാതെ മാത്രമല്ല നമ്മളെ ഈ ഒരു എന്താ പറയുക തുടക്കകാലം, അതായത് പട്ടിണിയും പരിവട്ടവും ഉള്ള എല്ലാ കലാകാരന്മാർക്കും പ്രത്യേകിച്ച് സിനിമാക്കാർക്ക് ഒരു അലഞ്ഞുതിരിയൽ കാലം ഉണ്ടാവും. അങ്ങനെ അലഞ്ഞുതിരിയൽ കാലത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ആയിരുന്നു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഭക്ഷണത്തിന് പോലും ഇത്രയുണ്ട്. ഈ പൊറോട്ട വാങ്ങിച്ചിട്ട് പാലൊഴിച്ച് അതിൽ പഞ്ചസാര ഇട്ട് കഴിക്കാന്നൊക്കെ ഉള്ള മെത്തേഡൊക്കെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അത് അന്നത്തെ കാലത്ത് അതൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നീട് എനിക്ക് തോന്നുന്നു ഈ അന്നദാതാവ് എന്ന് പറയുന്നത് നമ്മളൊരു മതിച്ചേട്ടൻ ഉണ്ടായിരുന്നു, ഉണ്ടാവും പ്രീമിയർ ലോഡ്ജിൽ. സിനിമാക്കാരുടെ പുള്ളി സിനിമാക്കാർക്ക് വേണ്ടി ഒരുപാട് സർവീസ് ചെയ്തിരുന്നൊരു മനുഷ്യൻ. ഞാനിപ്പോഴും പുള്ളിയെ ഓർക്കാറുണ്ട്. കാരണം വെച്ചാൽ
എനിക്ക് തോന്നുന്നു ഇല്ലായ്മയിൽ ഒരുപാട് കാലം കിടക്കാനും ഭക്ഷണം തരാനും ഒക്കെ, ഭക്ഷണത്തിനുള്ള വഴി കണ്ടെത്താനും ഒക്കെ കാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മധുചേട്ടൻ. ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. എനിക്ക് തോന്നുന്നു എന്താണെന്നറിയില്ല, ആ ഒരു കാലം എത്ര ദുരിതമാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ എത്രയും സന്തോഷം കാലം തന്നെയായിരുന്നു. കാരണം ഒരു ഷെയറിങ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഷെയറിങ്, അങ്ങനെയുള്ള കുറേ മനുഷ്യർ മരിച്ചുപോയി. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടം ഇല്ലാതായി. പുതിയൊരു എന്താ പറയുക, ഒരു വളരെ യാന്ത്രികമായിട്ടൊരു കാലത്തിലേക്ക് നമ്മളൊക്കെ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് നന്മകളൊക്കെ നശിച്ചു പോയിട്ടുള്ളൊരു തോന്നലുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ പറഞ്ഞ കാലഘട്ടം. ശ്രീകുമാർ സാർ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ശ്രീകുമാർ സാർ ഒരുപാട് കഥകളുണ്ട്, രസകരമായ കഥകളുണ്ട്, അനുഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഒരിക്കലും എവിടെ എത്തിയാലും നമ്മൾ ഏതൊക്കെ അവസ്ഥയിലെത്തിയാലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം സിനിമയിലേക്ക് എത്തപ്പെടുന്നതെന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് അതുപോലെ തന്നെയാണ് ഇപ്പം സംഗീത വളരെ വളരെ ഈസിയാണ്. അല്ല, അതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അതായത് പാട്ടുകാർ സംഗീത സംവിധായകരാകുന്നു, സംഗീത സംവിധായകർ പാട്ടുകാരാവുന്നു, ഇങ്ങനെ പലതും മാറിയും തിരിഞ്ഞുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഈ ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു സംഭവത്തിൻ്റെ ഇതിലാണ് ഇപ്പോഴും അനിലൊക്കെ നിൽക്കുന്നത്. അതായത് നമ്മൾ ആ പഴയൊരു കാലഘട്ടത്തിൽ മാറി ഇങ്ങ് വന്നതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ അവരുടെ ട്രെൻഡ് മാറിക്കഴിഞ്ഞു. അപ്പം അതുപോലെ തന്നെ ഒരുപാട് സിനിമകളുടെ സംഗീതം പോലും ഇപ്പോൾ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തി. പല പാട്ടുകളും അസ്തമിച്ചിരിക്കുന്നു, പല എഴുത്തുകാരില്ല. പണ്ടൊക്കെ നമ്മൾ പറയുന്ന പോലെ കൈതപ്പുറം അല്ലെങ്കിൽ നമ്മുടെ ശ്രീചന്ദ്രവർമ്മ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പേര്. അപ്പം അന്ന് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടുകളെല്ലാം വിമർശിക്കുന്ന നമ്മളെ ടി പി ശാസ്ത്രമംഗലം, എല്ലാവരും പേടിക്കുന്നൊരു ആളാണ്. അപ്പം ഇന്ന് എങ്ങനെയാണ് ആ ഒരു സംഗീതത്തെ കാണുന്നത്? അതെ, ഒരു കാലഘട്ടത്തിനനുസരിച്ച് എല്ലായിടത്തും മാറ്റങ്ങൾ വരും. സംഗീതത്തിൽ നിന്ന് മാത്രമല്ല, കലകളിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ചുറ്റുവട്ടം കാണുന്നത്. ഇപ്പോൾ സിനിമ പോലും മാറിയിട്ടില്ല, പഴയ കാലത്തെ സിനിമയല്ലല്ലോ ഇപ്പോൾ. പക്ഷേ അതിനകത്തിലൊരു നമ്മൾ ഈ നമ്മളെല്ലാവരും കുറ്റം പറയും. ഇപ്പോൾ പാട്ടില്ലല്ലോ, പുതിയ പാട്ട് വരുന്നില്ലല്ലോ, അവിടെയാണ് പ്രശ്നം. കാരണം പുതിയ പാട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ പുതിയ പാട്ടുകൾ ഇവിടെ സിനിമകൾക്ക് ഡിമാൻഡ് ചെയ്യുന്നില്ല, ആവശ്യപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ ലിറിക്സ് വളരെ പ്രാധാന്യമുണ്ട്. സിറ്റുവേഷൻ അനുസരിച്ച് ലിറിക്സ് എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ടി പി ശാസ്ത്രമംഗലം സാർ എന്നെ വിളിച്ചിട്ട്, എൻ്റെ ആദ്യത്തെ സിനിമ അവൻ എന്ന് പറഞ്ഞ മൂവി പുറത്ത് വരുന്ന സമയത്ത് എന്നെ പുള്ളി ഫോൺ നമ്പർ തപ്പിയെടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് ഭയങ്കര സ്നേഹപൂർവ്വം എന്നോട് പറഞ്ഞു, നല്ല രസകരമായിട്ടുണ്ട്, നല്ല ലിറിക്കും നല്ല സംഗീതവും ഒക്കെയാണ്, ഇത് കീപ്പ് ചെയ്യണം, ഇത് മുന്നോട്ട് ഇത് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം പക്ഷേ ലിറിക്കുന്നൊരു സാധനത്തിനെ ഒരു പ്രാധാന്യമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ AI സംഗീതമൊക്കെ വരുന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ പ്രാവശ്യത്തെ ഓണപ്പാട്ടുകളിൽ പലതും AI മ്യൂസിക്കിൽ. അല്ലാതെ മാത്രമല്ല, നമ്മളൊക്കെ പണ്ട് കാണുന്ന ഒരു റെക്കോർഡിംഗ് സെറ്റപ്പ് എല്ലാം മാറിക്കഴിഞ്ഞു. എല്ലാം മാറി. അന്ന് ലൈവ് അല്ലേ അതൊരു നമ്മളൊക്കെ വരുന്ന സമയത്ത് ആദ്യം സ്കൂളിലായിരുന്നു. അല്ല, അതൊരു വേറൊരു സുഖം. പിന്നെ തീർച്ചയായിട്ടും ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, എന്താ പറയുക, എല്ലാവരും ഒരുമിച്ച് തന്നെ പരിചയപ്പെടാനും കാണുവാനും ഒരു കെട്ടിപ്പിടുത്തം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് സംഗീത സംവിധായകരെ ആർട്ടിസ്റ്റിന് കാണാം, പാടുന്ന ആർട്ടിസ്റ്റിന് കാണാം. അതുപോലെ തന്നെ പാട്ടുകാരെയൊക്കെ പലരും. ഇപ്പോൾ ചിത്ര ചേച്ചി എൻ്റെ 2 പാട്ട് പാടി, പക്ഷേ ചേച്ചി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ പല ഇവർക്ക് പോലും അറിയത്തില്ല ആരാണെന്ന്. അവരിപ്പോൾ എന്നെ ഒരു വേദിയിൽ കണ്ടാൽ പോലും എന്നെ ഒന്ന് ഇന്ന പാട്ട് പാടിച്ച മ്യൂസിക് ഡയറക്ടറാണെന്ന് അറിയാൻ കഴിയില്ല. അങ്ങനെ ആ ഒരു എന്താ അനുഭവം ഇപ്പം ഭയങ്കര ഒരു എന്താ പറയുക, അത് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു തരത്തിൽ ഗുണവുമുണ്ട്, ഒരു തരത്തിൽ ദോഷമുണ്ട്. ഇപ്പം സമയം ലാഭിക്കുക എന്നൊക്കെ കാലഘട്ടത്തിന് സിനിമ മാറുന്നു. പക്ഷേ ഈ ഒരു കലാസൃഷ്ടി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൂട്ടായ്മയിൽ നിന്നുണ്ടാകുന്നതാണ്. ആ ഒരു കൂട്ടായ്മ നശിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം തീർച്ചയായിട്ടും. ചില ഇംപ്രവൈസേഷൻസ് ഒക്കെ ചിലപ്പോൾ ഇപ്പം നമ്മൾ ഇതൊക്കെ ഉണ്ടാവുന്നതാണല്ലോ, നമ്മൾ ഉണ്ടാക്കുന്നൊന്നുമല്ല. ഇതൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു സംഭവം നമ്മൾ ഉണ്ടാക്കുന്നില്ല, ഉണ്ടാവുന്നതാണ്. ആ സമയം നമ്മളുടെ എന്താ പറയുക, മാനസികാവസ്ഥ അല്ലെങ്കിൽ അന്നേരം തോന്നുന്ന ചില തോന്നലുകൾ ഒക്കെ ചിലപ്പം ഒരു എന്താ പറയുക, ഒരു പ്രോഡക്റ്റിൻ്റെ എന്താ പറയുക റിസൾട്ടിനെ മാറ്റിമറിക്കും. ചിലപ്പോൾ ഒരു ബിറ്റ് മതിയായിരിക്കും, ചിലപ്പോൾ ഒരു സംഗതി മതിയായിരിക്കും. അപ്പോൾ അതിലൂടെയൊക്കെ ഇതിൻ്റെ ഒരു ഔട്ട് ചിലപ്പോൾ മാറിപ്പോവും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ഇൻസിഡൻസ് നമുക്ക് നഷ്ടമാവും. അതാണ് ഈ കൂട്ടായ്മയുടെ ഒരു പ്രശ്നം. ഇപ്പം നമ്മളൊക്കെ വന്ന പോലെയല്ല, നമ്മളൊക്കെ എത്രയോ വർഷങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് എവിടെല്ലാം നടന്ന് എറണാകുളത്തും
ചെന്നൈയിലും ഒക്കെ കാണുന്ന പട്ടിണിയും പാടുമായിട്ട് സത്യത്തിൽ ഈ സംഗീതമൊന്നും പാട്ടെന്നൊന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയൊന്നും ആയിരുന്നില്ല. അന്നൊക്കെ നമുക്ക് എല്ലാ പണികളൊക്കെ ചെയ്തിട്ടാണ് സംഗീതം. എന്നാലും സംഗീതം വിടാതെ പിടിക്കുകയും അത് പഠനം തുടരുകയുണ്ട്. എൻ്റെ അപ്പൂപ്പനൊക്കെ തന്നെ സംഗീതക്കാരായിരുന്നു, അവിടെ നിന്ന് പഠിച്ചു തുടങ്ങിയതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ ഇതൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് വല്ല ഫിറ്റർ കോഴ്സും പഠിച്ചേച്ച് വല്ല ഗൾഫിലും പോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നിയോഗം പോലെ ഇതിനകത്ത് നിൽക്കുകയും ഇതിന് പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റു വഴികൾ കണ്ടെത്തിക്കൊണ്ട് പഠിക്കുന്നൊക്കെ ഒരവസ്ഥയുണ്ടായി. വളരെ രസകരമായ ഒരു അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ പട്ടിണി കിടക്കുകയാണ്. ശരിക്കും പട്ടിണി കിടക്കുന്ന സമയത്ത് ഒരു ഇപ്പോഴത്തെ അറിയപ്പെടുന്ന ഒരു കവി, ഞാൻ പേര് പറയുന്നില്ല, അറിയപ്പെടുന്ന ഒരു കവി, വലിയൊരു മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ സംഭാവന ചെയ്ത സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വലിയ ഡയറക്ടറുടെ വീട്ടിൽ പോവുകയാണ്. ഇല്ല, എന്നെയും കൂട്ടിന് പോകാൻ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവിടെ പോയി, കാരണം ഞാൻ ഈ അവസരങ്ങൾ ചോദിച്ചങ്ങ് പോയിട്ടില്ല, ആരുടെ അടുത്ത് പോയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ഇങ്ങനെ അക്കമ്പനി ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനവിടെ വീട്ടിൽ ചെന്നു, ഞങ്ങൾ ഡോറൊക്കെ തുറന്നു തന്ന് ഞങ്ങളകത്ത് വരുന്നു. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ അധികം സംസാരിക്കത്തോന്നില്ല, വളരെ സൗമ്യനാണ്. ഇരുന്നപ്പോൾ ഈ മനുഷ്യനാണ് എൻ്റെ കൂടെ വന്ന കവിയാണ് സംസാരിച്ചു വന്നത്. സാർ, അങ്ങൊരു വലിയ സംവിധായകനാണ്, ഒരുപാട് പാട്ടുകൾ അങ്ങ് സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ സാറ് പാട്ടിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് പുള്ളിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഞാൻ വട്ടത്തിൽ നോക്കി. ഏതുവഴി ചാടിപ്പോകണമെന്ന് ഞാൻ നോക്കി. കാരണം ഇത്രയും മനോഹരമായ പാട്ടുകൾ ഏതുവഴി ഇറങ്ങി പോകണം. കാരണം ഈ സാറിൻ്റെ പറയാം. പിന്നെ അവിടുന്ന് ഗെറ്റ് ഔട്ട് അടിച്ചാൽ ഓടാനുള്ള വഴി ഞാൻ നോക്കി അവിടെ നിന്ന്. അപ്പോൾ ഇതുപോലെ ഒരുപാട് രസകരമായ അനുഭവങ്ങളുണ്ട്. കാരണം പക്ഷേ അവസാനം എനിക്ക് എൻ്റെ നാട്ടിലുള്ളൊരു ചേട്ടൻ തിരുവനന്തപുരത്തുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഗൗരി വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് സിനിമാക്കാരുടെയൊക്കെ ഒരു കേന്ദ്രം. അനിയൻ ചേട്ടൻ, അനിയൻ ചേട്ടന് ആണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ടി.എസ്. സുരേഷ് ബാബു ചേട്ടനെ പരിചയപ്പെടും. അന്ന് പാട്ടുകാരനാകാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് എസ്.പി. വെങ്കടേഷ് നന്നായിട്ട് പാടുമല്ലോ. ഒരുപാട് സ്റ്റേജുകൾ പാടിയിട്ടുണ്ട്, ഗാനമേളകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു പാട്ടുകാരനായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ സംഗീതം ചെയ്ത് പാടിയിട്ടുള്ള കുറേ കാസറ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ കാസറ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് എസ്.പി. വെങ്കടേഷ് സാറിൻ്റെ അടുക്ക കൊണ്ടുപോയി. സാറ് അപ്രൂവ് ചെയ്ത് പാടാൻ വേണ്ടി പാട്ട് ഫിക്സ് ചെയ്തു തന്നു. പക്ഷേ എൻ്റെ അന്നത്തെ ഒരു സമയദോഷമായിരിക്കാം, ആ പടം പക്ഷേ നടന്നില്ല. അന്ന് ഇൻഡസ്ട്രിയിൽ വലിയൊരു സമരമൊക്കെ നടന്നു. തന്നെയല്ല, സുകുമാരൻ സാർ മരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പ്രൊജക്റ്റ് മാറിപ്പോയി. അതുപോലെ കുറുപ്പ് സാറിൻ്റെ ഒരു പാട്ട് ചെയ്തില്ലായിരുന്നു, കുറുപ്പിൻ്റെ എല്ലാം എനിക്ക് തോന്നിപ്പോൾ ഓൾമോസ്റ്റ് നല്ല എഴുത്തുകാരുടെയൊക്കെ പാട്ട്. ഞാനത് പറയാൻ വെച്ചാൽ ആദ്യമായിട്ട് കുറുപ്പ് സാറിന് ഒരു പാട്ട് ചെയ്ത് നമ്മളത് കേൾക്കുകയും ചെയ്തു. അതെ, ഓർമ്മയുണ്ടോ? അതെ. ഞാൻ ആ വരികൾ മറന്നുപോയി. ഞാനിപ്പോൾ ഈ ഓർമ്മ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇപ്പം എൻ്റെ വലിയ പ്രശ്നം. കാരണം ഒന്നാമത് കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകൾ വന്നു, മെമ്മറി പവർ, അതൊക്കെ ഈ അടുത്ത സമയത്ത് കുറച്ച് കരിയറിനെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയെന്താണെന്ന് ചോദിച്ചാൽ, ഒരു 2-3 തലമുറയിലുള്ള പാട്ടുകാർ, എഴുത്തുകാർ, അതുപോലെ തന്നെ ഇപ്പോൾ ദാസേട്ടനെ മകനെയും കൊണ്ടും പഠിച്ചു. നമ്മുടെ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മാനന്ദൻ ചേട്ടനെയും മകനെയും കൊണ്ടും പഠിച്ചു. അങ്ങനെ കമുകർ ചേട്ടനെ കൊണ്ട് പഠിക്കാൻ പറ്റി. അങ്ങനെ പാട്ടുകാരിലൊരു 2-3 തലമുറകളുടെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ എഴുത്തുകാർ ഈ പറഞ്ഞതുപോലെ ഭരണിക്കാവ് ശിവകുമാർ, ONV സാറ്, അങ്ങനെയൊക്കെയുള്ള കുറേ പേരുടെ തമാശകളൊക്കെ കേട്ട് ഭരണിച്ചേട്ടനെ അവസാന കാലത്തിലൊക്കെ നമ്മുടെ കൂടെയായിരുന്നു. എനിക്കിപ്പോഴും ഭരണിച്ചേട്ടനെ പറ്റി ഓർമ്മ വരുമ്പോഴേ എനിക്ക് ഇപ്പോഴത്തെ, ഞാൻ നേരത്തെ ചോദിച്ചല്ലേ ഇപ്പോഴത്തെ പാട്ടുകാരുടെ കാര്യം, ഞാൻ ഭരണിച്ചേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഓർമ്മയുണ്ട്. എനിക്കറിയാം, വളരെ രസമാണ് ചിത്രം വരയ്ക്കുന്നത്. പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിഗ്നേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരാൾക്കത് ഇത്രയും ക്ഷമയുള്ള ഒരു റൈറ്റർ എല്ലാം ചിരിച്ചുകൊണ്ടേ പുള്ളി. എൻ്റെ ഒരു സീരിയലിൽ പുള്ളി ഒരു പാട്ട് കാരണം അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഹാൻഡ് റൈറ്റിംഗ് അത്ര എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ പാട്ടുകളൊക്കെ അത്ര മനോഹരമായിട്ടാണ് എഴുതിയിട്ട് ഏറ്റവും അവസാനം സമയമെടുത്ത് പുള്ളി സിഗ്നേച്ചറൊക്കെ ചെയ്തു തരും. ഇത് എനിക്ക് മാത്രമല്ല പുള്ളി കൊണ്ടുവരുന്നത്, ഇതിൻ്റെ ഒരു 4-5 കോപ്പി ഇതേപോലെ തന്നെ എഴുതി
ഒന്ന് പാട്ടുകാരിക്ക്, ഒന്ന് എനിക്ക്, ഒന്ന് പുള്ളിയുടെ കയ്യിൽ, ഒന്ന് അതുപോലെ തന്നെ പ്രൊഡ്യൂസർക്ക്, പിന്നെ ഡയറക്ടർ ഉണ്ടെങ്കിൽ ഡയറക്ടർക്ക്, എത്ര പേർക്കാണ് എന്താണ് ഈ ആർക്കൊക്കെ ആവശ്യപ്പെടുന്നു അവർക്കെല്ലാം പുള്ളി കൈപ്പടയിൽ ഇത് എഴുതി മനോഹരമായി കൊണ്ടുവരും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ഇത് സൂക്ഷിച്ചു വെക്കും, കാരണം അത്ര രസമാണ് ഇത് കാണാൻ തന്നെ. ഇത് ഫ്രെയിം ചെയ്ത് വെക്കാം നമുക്ക് വേണം. ഇത് ഒരു പ്രാവശ്യം ഇതുപോലെ കൊണ്ടുവന്നു, ഒരു ഗായികയ്ക്ക് പാടാൻ കൊടുത്തു. ഗായിക ഇതുമായിട്ട് അകത്ത് കയറി ഞങ്ങൾ പാടിച്ചു. പാട്ടെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നേരെ ഇവരിത് ഞങ്ങളുടെ മുൻപിൽ വെച്ച്, ഈ മനുഷ്യൻ്റെ മുൻപിൽ വെച്ച് ഇത് ചുരുട്ടി മനോഹരമായിട്ട് ചുരുട്ടിയിട്ടെടുത്ത് വേസ്റ്റ് പാക്കറ്റിലിട്ടു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചങ്ക് പറഞ്ഞു, തകർന്നു പോയി. കാരണം വെച്ചാൽ ഞാനപ്പോൾ ഇങ്ങനെ പാളി ഇദ്ദേഹത്തെ നോക്കി, ആ സങ്കടം മുഴുവൻ. അപ്പോൾ ഞാൻ വണ്ടിച്ചേട്ടനോട് പറഞ്ഞു, വണ്ടിച്ചേട്ടാ ഇത് കണ്ടിട്ടൊന്നും വിഷമിക്കണ്ട, ഇനി ഇതങ്ങോട്ട് പോകുമ്പോൾ ഇതിലും വലുതൊക്കെ നമ്മൾ കാണേണ്ടി വരും. കാരണം ആ ഒരു ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ മറ്റുള്ള ഇതിനോടൊക്കെ കൊടുക്കേണ്ട ഒരു ബഹുമാനം എത്രത്തോളം കൊടുക്കണം, ഒരാളിൻ്റെ വില, ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ വില. ഇപ്പോൾ സംഗീതത്തിൻ്റെ പോലും മൂല്യം അറിഞ്ഞൊക്കെ ചെയ്തു വരുന്നവരൊക്കെ വളരെ കുറവല്ലേ. ഇനി നമുക്ക് അനിലിൻ്റെ സമയവും പ്രശ്നമുണ്ട് എനിക്കറിയാം. അതുപോലെ തന്നെ ഒരു മലയാള സിനിമയിൽ ഹേമ കമ്മീഷൻ വരുന്നു. അതിനെതിരെ ഇപ്പോൾ ശക്തമായ രീതിയിൽ പല സംഘടനകളും പ്രതിരോധിക്കുന്നുണ്ട്. അതുപോലെ മ്യൂസിക് ഡയറക്ടേഴ്സ് അതിനകത്ത് ശക്തമായ രീതിയിൽ അനിലിൻ്റെ പോസ്റ്റും കണ്ട്. എന്താണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുണ്ടായ കാരണം? അല്ല, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി പോലെയുള്ള കാര്യങ്ങൾ എല്ലാ മേഖലയിലും അനിവാര്യമാണ്. എല്ലായിടത്തും ഇത് എത്തണം. പിന്നെ സിനിമയിൽ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെന്നുള്ള കാര്യം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ഇന്നല്ല ഒരു 10-15 വർഷമൊക്കെ മുമ്പ് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ തന്നെ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും തന്നെയുമല്ല, നമുക്ക് തന്നെ അറിയാം പല സിനിമകളും 10 ദിവസം കൊണ്ടൊക്കെ തീരുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഇത് സിനിമാക്കാരാന്ന് ചോദിച്ചാൽ എല്ലാം സിനിമാക്കാരാണ്. പണ്ടൊക്കെ തിരുവനന്തപുരത്ത് സിനിമാക്കാരെ മുട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പല ലോഡ്ജുകളും ഹോട്ടലുകളൊക്കെ കേന്ദ്രീകരിച്ച് ഒരുപാട് സിനിമാക്കാരായിരുന്നു കിടക്കുന്നത്. ഇപ്പോഴും അത് അവിടെ ഇവിടെയൊക്കെ തെന്നിത്തെറിച്ചുണ്ട്. പക്ഷേ ഇവരൊന്നും ഈ പറയുന്ന പോലെ ഈ ഓതറൈസ്ഡ് സിനിമാക്കാരൊന്നുമല്ല. ഏതെങ്കിലും ഒരു സംഘടനയിലെ അംഗങ്ങളോ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആൾക്കാർ അറിയില്ല. ഇപ്പം ആരെങ്കിലും എവിടെങ്കിലുമൊക്കെ സിനിമാക്കാരാണെന്ന് പറഞ്ഞിട്ട് ആളിനെ വിളിച്ചു. എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്ക് പാലയിലൊരു കക്ഷി സ്ഥിരമായിട്ട് തന്നെ ഇതുപോലെ സിനിമ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം, കാരണം ഇയാൾക്ക് ഒരു മാസത്തിൽ ഒരു 5-6 ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കണം. കള്ള് വേണം, അത്യാവശ്യം AC റൂം വേണം, അത്യാവശ്യം ഈ ചുറ്റുപാടുള്ള മറ്റ് കലാപരിപാടികളെല്ലാം നടക്കണം. അപ്പോൾ ഒരു 10 ദിവസം പുള്ളിക്ക് എൻ്റർടൈൻ ചെയ്യണം. ഇതിനു വേണ്ടി പുള്ളി കണ്ടെത്തുന്ന വഴി എന്ന് വെച്ചാൽ ഒരു സിനിമ അങ്ങ് അനൗൺസ് ചെയ്യും. എല്ലാ മാസവും കൃത്യമായിട്ട് ഈ പുള്ളിയുടെ ഒരു കോൾ വരും, അല്ലേ നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആലോചിച്ചതോ, ഇല്ല അത് നടക്കത്തില്ല, അത് ആ പ്രൊഡ്യൂസർ ആ വഴി പോയി. ഇതിപ്പോൾ നമ്മൾ പുതിയൊരു പ്രൊഡക്ഷനാണ് നമ്മൾ നടക്കുന്നത്. ഞാൻ ചോദിക്കുക കഥയൊക്കെ ഉണ്ട് എത്ര പാട്ടുണ്ട്? 3 പാട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് പോരുന്നു പറഞ്ഞാൽ എനിക്കൊരു ചെറിയ വണ്ടിക്ക് വിളിക്കാനുള്ള കാശിട്ട് തരും. ഞാൻ ഇവിടുന്ന് ഈ ഹാർമോണിയൊക്കെ എടുത്തിട്ട് അവിടെ ചെല്ലുമ്പം ഈ കഥയുമില്ല, സിറ്റുവേഷനും ഇല്ല, ഒന്നുമില്ല. ഒരു ഡയറക്ടറും പറഞ്ഞ് ഒരുത്തനുണ്ടാവും, പാട്ട് എഴുതാനെന്ന് പറഞ്ഞ് ഒരാളെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. ഇവരുടെ നിന്നൊക്കെയാണ് കാശ് വാങ്ങിക്കുന്നത്. ഈ പാട്ട് എഴുതാൻ വേണ്ടി പിടിച്ചുകൊണ്ട് വരുന്ന ആളുടെ നിന്നൊക്കെയാണ് ഈ കാശ് വാങ്ങിക്കുന്നത്. കാശ് വാങ്ങിക്കുക ഇവിടെ, എന്നിട്ട് ഇവിടെ കേന്ദ്രമാക്കിക്കൊണ്ട് അത്യാവശ്യം ഫിനാൻസിന് വേണ്ട ആൾക്കാരെ വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വിളിച്ചു വരുത്തുക, എന്നിട്ട് അവിടെ ഈ കലാപരിപാടികളൊക്കെ അരങ്ങേറുക. ഇത് ഞാനൊരു 2-3 പ്രാവശ്യമായപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലായി, എന്താണ് ഉദ്ദേശം എന്നുള്ള കാര്യം മനസ്സിലായിട്ട് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, മേലാൽ ഇനി എന്നെ ഈ പണിക്ക് വിളിക്കരുത്. അഥവാ ഇനി നിങ്ങൾക്ക് സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 50% അഡ്വാൻസ് എനിക്ക് ഇട്ട് തന്നിട്ട് ഞാൻ വരാം. എന്നിട്ട് കഥയും കാര്യങ്ങളും എല്ലാം ഏത് പ്രൊഡക്ഷനാണ്, എന്ത് കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ വരാം. ഇല്ലെങ്കിൽ മേലാൽ ഈ പണിക്കില്ല. അതിനുശേഷം ഈ പുള്ളി എൻ്റെ ശത്രുവായി. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചുറ്റുവട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം സിനിമാക്കാരെന്നാണ് പറയുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതിൽ ചിലപ്പോൾ എന്താ പറയുക, ഇതിൽ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ത്രീകൾക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ നടക്കരുത് എന്ന് തന്നെയാണ് നമ്മൾ എന്താ പറയുക ഉറച്ചാഗ്രഹം. പിന്നെ ഞാനിപ്പോൾ ഫെഫ്കയുടെ ഭാരവാഹിയാണ്. ഫെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ട്രഷററാണ്. നമ്മൾ ഈ കാരണം ഈ ഫെഫ്കയിൽ ജനറൽ കൗൺസിലിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് എനിക്കിപ്പോൾ വളരെ അഭിമാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ പുറത്ത് നിന്നുകൊണ്ട് ആൾക്കാർ ഫെഫ്കയൊക്കെ കണ്ണടച്ചങ്ങോട്ട് വിമർശിക്കുന്നുണ്ട്.
അത് അവർക്കൊക്കെ ചില കൃത്യമായ ഇതുണ്ട്, ലക്ഷ്യമുണ്ട്, അജണ്ടയുണ്ട്, കൃത്യമായ അജണ്ടയുണ്ട്. പക്ഷേ ഈ സംഘടന എന്ന് പറയുന്നത് ചുമ്മാ അങ്ങനെ ഉണ്ടായൊരു സംഘടന അല്ല. കാരണം ഇതിപ്പോൾ നിൽക്കുന്നത് പോലും ഇതിനെ അങ്ങനെയൊന്നും തകർക്കാനൊന്നും പറ്റത്തില്ല. 10,000-8,000 വരുന്ന തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തികച്ചും ജനാധിപത്യപരമായ ഒരു ഫൗണ്ടേഷനിൽ നിന്ന് വളർന്നു വന്ന് ട്രേഡ് യൂണിയൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വളരെ കൃത്യമായി വളർന്നു വരികയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനയായത്. ഇത് ഒരു വ്യക്തിയുടെ ചുറ്റിപ്പറ്റിയൊന്നും അല്ല ഇത് പോകുന്നത്. പലപ്പോഴും ഈ ചെളിവാരി എറിയുന്നതൊക്കെ ഈ പറയുന്നതിൽ ഉണ്ണികൃഷ്ണൻ സാറിനെയൊക്കെയാണ്. ഉണ്ണികൃഷ്ണൻ സാർ എന്ന് പറഞ്ഞാൽ ഒരാളല്ല ഇതിൻ്റെ ഫെഫ്ക എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ 21 അംഗ സംഘടനകളുണ്ട്, അതിനൊക്കെ നേതാക്കന്മാരുണ്ട്. അവരെല്ലാം അവിടെ ചേർന്നുകൊണ്ടൊരു ജനറൽ കൗൺസിലുണ്ട്. ഈ ജനറൽ കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയും കൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഈ ഉണ്ണികൃഷ്ണൻ സാറിനെ പോലുള്ള ആൾക്കാരിലൂടെ ഇത് പുറത്ത് ജനങ്ങൾ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും ഏത് തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ കഴിവുള്ളതുമായിട്ടുള്ള ഒരുപാട് പേര് ഇതിനകത്ത് കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഇപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഞങ്ങളുടെ ഒരു പ്രസ് മീറ്റ് പുറത്തു വന്ന ഇന്നലെയാണ്. അപ്പോൾ അത് കൃത്യമായി പഠിച്ച് അതിൻ്റെ പോരാഴികൾ പഠിച്ച് അതിൻ്റെ മേന്മകൾ പഠിച്ച് ഇപ്പോൾ WCC ഒക്കെ അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട്. അത് കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ അത് പറയുന്നുണ്ട് നല്ല കാര്യങ്ങൾ നല്ലതെന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യാനോ മറ്റ് ദുരുദ്ദേശത്തോടു കൂടി വന്നിട്ട് ഈ കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്തേക്കാം എന്ന് പറയുന്നതിനോടാണ് നമുക്ക് വിയോജിപ്പ്. അല്ല, അത് മാത്രമല്ല, ഫെഫ്കയുടെ നേതൃത്വത്തിലെ തൊഴിലാളി സംഘടനകൾക്ക് ഒരുപാട് ശ്രീമാറിനൊക്കെ അറിയാമല്ലോ, ഒരു സമയത്തൊക്കെ ഈ തൊഴിലാളികൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട്. അതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നയപരിപാടികളും ഇനിയുള്ള കർമ്മ പരിപാടികളും കൃത്യമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ വന്നതാണ്. ഇപ്പോൾ ഞാനടക്കം ഉള്ള അംഗങ്ങൾക്ക് പെട്ടെന്നൊരു പ്രശ്നം വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നാൽ ആ 3 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ചിലവ് കംപ്ലീറ്റ് ഫെഫ്ക ഏറ്റെടുക്കുകയാണ്. നമ്മൾ 3000 രൂപ കൊടുത്താൽ 3 ലക്ഷം രൂപയുടെ കവറേജ് കൊടുക്കുക. ഇൻഷുറൻസ് അല്ല, ഇത് ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഇത് നമ്മൾ കൃത്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള എല്ലാ ചിലവും ഏറ്റെടുക്കുന്നത് ഫെഫ്കയാണ്. അതുപോലെ തന്നെ ഈ തൊഴിലാളികളുടെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ അനുഭവിക്കുന്ന ഈ ലൊക്കേഷൻസിലുള്ള ആൾക്കാർ അവരുടെ കായികാധ്വാനം അറിയാമല്ലോ, അവരുടെ ജോലി സമയം, അവരനുഭവിക്കുന്ന മറ്റ് അവഗണനകൾ, അവരുടെ വേദന പ്രശ്നം. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഡാൻസേഴ്സിനെയൊക്കെ എൻ്റെയൊക്കെ വേതനം കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ അല്ല ഇവിടെ. കാരണം ഇവിടെ ആൺ പെൺ വ്യത്യാസമില്ല, തുല്യമായ വേതനം കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ആക്സിഡന്റ് നടന്നാലും ശരി തന്നെ സ്പോട്ടിൽ നേതാക്കന്മാർ എന്തിനും ഏതിനും യാതൊരു ചെറുപ്പമില്ല വലിപ്പമില്ല. ഈ 8000 പേരെന്ന് പറയുന്ന ഏതൊരു വ്യക്തിക്കും നേരിട്ട് ജനറൽ സെക്രട്ടറിയെ വിളിച്ചിട്ടൊരു കാര്യം പറയാം. അത് ഇനിയിപ്പോൾ സിവി സാറിനെ വിളിക്കാം, നേരിട്ടൊരു കാര്യം പറയാം. ഇവരെല്ലാം വളരെ ആക്റ്റീവായിട്ട്, അതുപോലെ തന്നെ വർക്കിംഗ് സെക്രട്ടറി ഉണ്ട്, സീനിയർ കോൺഗ്രസ്, അവരൊക്കെ എപ്പോഴും ലൈവായിട്ട് ഇതിൻ്റെ കൂടെയുണ്ട്. സംഘടനയുടെ പ്രശ്നങ്ങൾക്കായാലും ആൾക്കാരുടെ പ്രശ്നങ്ങൾക്കായാലും വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെയുള്ള ഇതിൻ്റെ തലപ്പത്തുള്ള നേതാക്കൾ എന്ന് പറയുന്നത് നേതാക്കളെന്നല്ല, ഞങ്ങൾ ഒരുമിച്ചൊരു കൂട്ടായ്മയാണ്. എന്ത് വിഷയത്തിനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ. ഇപ്പം ഞങ്ങളുടെ യൂണിയനുകളിൽ പോലും, നമ്മുടെയൊക്കെ യൂണിയനുകളിൽ പോലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളവിടെ ഓടിയെത്തും, കൃത്യമായിട്ട് ഇടപെടും, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇപ്പം തന്നെ ഡ്രൈവേഴ്സ് യൂണിയൻ നിങ്ങൾ കണ്ടു കാണും. ചെറിയ വീടല്ല, മനോഹരമായ വീടുകൾ പുതിയതായിട്ട് വെച്ചു കൊടുക്കുക വീടില്ലാത്തവർക്ക്. ചെറിയ കാര്യമാണോ അത്? ഒന്നുമല്ല. സിനിമയിൽ ഇത്രയും ഈ പരസ്പരം സ്നേഹിക്കുന്ന തൊഴിലാളികൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് വെറുതെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന കാര്യമല്ല ഇതൊന്നും. ഇതിന് കൃത്യമായി നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ തരാൻ പറ്റുന്ന നേതാക്കൾ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായതല്ല. അപ്പോൾ ഫെഫ്ക എന്ന് പറയുന്ന ഒരു സംഘടന ആ നിലയിൽ വളർത്തിയെടുത്ത് അത്രയും കെട്ടുറപ്പോടുകൂടി നിൽക്കുന്ന ഒരു സംഘടനയാണ്. ഇത്രയും തൊഴിലാളികൾ ഒന്നായിട്ട് നിൽക്കുന്ന സംഘടനയാണ്. അത് എന്തെങ്കിലുമൊക്കെ ചെളിവാരി എറിയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് പറയുന്നതല്ല യാഥാർത്ഥ്യം എന്ന് പറയേണ്ട ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ട്. പുതിയ വർക്കുകൾ ഏതൊക്കെയാണ്? പുതിയതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ഡീസൻ്റ് ആണ്. അതിലിപ്പോൾ 2 പാട്ട് ചെയ്തു കഴിഞ്ഞു. പാടിയിരിക്കുന്നത് നമ്മുടെ വേണുചേട്ടൻ്റെ മോൻ അരവിന്ദ് ആതിര റെഗുലേഷൻ എന്നൊരു കുട്ടിയും പാടി. ഇനിയിപ്പോൾ ഒരു പാട്ടോടെ എടുക്കാനുണ്ട്. അതിൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഓണത്തിന് ശേഷം 2 പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആലോചനകളൊക്കെ നടക്കുന്നു.
ഡിവോഷണൽ ഇപ്പോൾ പഴയതുപോലെ ഇല്ലല്ലോ. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ CD കാസറ്റ്സ് ഉണ്ടായിരുന്നു. ആദ്യകാലത്തൊക്കെ കാസറ്റ്സ് ഒക്കെ ഒരുമിച്ച് 8-9 പാട്ടുകൾ ഒരുമിച്ച് റെക്കോർഡ് ചെയ്യുകയും അത് ഒരുമിച്ച് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ അതൊക്കെ പോയിട്ട് ഇപ്പോൾ യൂട്യൂബിലേക്കൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് 2 പാട്ടൊക്കെ എന്നുള്ളൊരവസ്ഥ. ഞാൻ ഈ അടുത്ത കാലത്ത് ആറ്റുകാലിനെ കുറിച്ചൊരു പാട്ട് ചെയ്യുന്നുണ്ട്. 1-2 പാട്ടുകളൊക്കെ വെച്ച് ഉണ്ട്, വർക്കുകളുണ്ട്. എന്ത് തന്നെ ആയാലും എന്താ പറയുക, ഈ ഡിവോഷണൽസ് എനിക്ക് തോന്നുന്നു ഒരു 12,000 ഡിവോഷണൽ സോങ്സ് എങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു ഓണപ്പാട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു പാട്ട് അതെൻ്റെ ശിഷ്യനാണ്, റാംസി വാര്യർ ആണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം ഞാനൊരു 2 വരി പാടാം. അപ്പോൾ നമുക്ക് ആ ഓണപ്പാട്ട് 2 വരി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. വഞ്ചിപ്പാട്ടിൻ താളം തുള്ളും കിളിമകളെ പാടൂ, ചിങ്ങം വന്നേ പൂപ്പൊലി വന്നേ പുലികളിയും വന്നേ, കളകളമൊഴുകും നീർച്ചാലുകളോ പൂമാലകളായി, മിന്നാമിന്നികൾ ചിമ്മിച്ചിമ്മീരാവുകൾ പകലാക്കി, മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. വഞ്ചിപ്പാട്ടിൻ താളം തുള്ളും കിളിമകളെ പാടൂ, ചിങ്ങം വന്നേ പൂപ്പൊലി വന്നേ പുലികളിയും വന്നേ, കളകളമൊഴുകും നീർച്ചാലുകളോ പൂമാലകളായി, മിന്നാമിന്നികൾ ചിമ്മി രാവുകൾ പകലാക്കി, മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. വയലേലകളിൽ നിറകതിർ നിറയെ ആടിയുലയുന്നേ, കുമ്മാട്ടികളോ നിരനിരയായി മാറി മറയുന്നേ, വയലേലകളിൽ നിറകതിർ നിറയെ ആടിയുലയുന്നേ, കുമ്മാട്ടികളോ നിരനിരയായി മാറി മറയുന്നേ, പൂനുള്ളാൻ പോകേണ്ടേ സഖികാനനമേടുകളിൽ, ഓണത്തപ്പനെ വരവേൽക്കാൻ പൂക്കളം ഒരുക്കേണ്ടേ, വഞ്ചിപ്പാട്ടിൻ താളം തുള്ളും കിളിമകളെ പാടൂ, ചിങ്ങം വന്നേ പൂപ്പൊലി വന്നേ പുലികളിയും വന്നേ. ഓളം തുള്ളും വള്ളം കളികൾ കണ്ടു രസിക്കേണ്ടേ, തൃക്കാക്കരയപ്പനയൊന്ന് തൊഴുതു വണങ്ങേണ്ടേ, ഓളം തുള്ളും വള്ളം കളികൾ കണ്ടു രസിക്കേണ്ടേ, തൃക്കാക്കരയപ്പനയൊന്ന് തൊഴുതു വണങ്ങേണ്ടേ, തിരുവോണ സദ്യ നമുക്ക് നാവിൽ നുണയേണ്ടേ, ഓണക്കോടിയുടുത്തു ചമഞ്ഞ് ഓടി നടക്കേണ്ടേ, വഞ്ചിപ്പാട്ടിൻ താളം തുള്ളും കിളിമകളെ പാടൂ, ചിങ്ങം വന്നേ പൂപ്പൊലി വന്നേ പുലികളിയും വന്നേ, കളകളമൊഴുകും നീർച്ചാലുകളോ പൂമാലകളായി, മിന്നാമിന്നികൾ ചിമ്മി രാവുകൾ പകലാക്കി, മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ,
ദൂരങ്ങൾ താണ്ടിപ്പോകും ചങ്ങാതിക്കാറ്റേ, കാലങ്ങളോളം കൂടെ ഞാനും കൂട്ടുണ്ടേ, സ്നേഹത്തിൻ തീരത്തെൻ്റെ പ്രാണൻ നിൽപ്പുണ്ടേ, മോഹങ്ങൾ നെഞ്ചിൽ ചേർത്തിൻ അൻപും കാത്തിട്ട് അകലേ 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 പാടാം.